പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു കോൾ വന്നത്. പൊറാട്ടയും ബീഫും കഴിക്കാൻ പോയാലോ എന്ന്. ഇട്ട ഡ്രസ്സ് തന്നെ പോണോന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ ഡ്രസ്സ് മാറിയത് കണ്ടപ്പോൾ പിന്നെ നിജുവിനും ഡ്രസ്സ് മാറി. മുക്കിലും മൂലയിലായിട്ട് ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും തേടി പിടിച്ചിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കും. ഞങ്ങളെല്ലാവരും സെറ്റ് ആയപ്പോഴേക്ക് പിന്നെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടിയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബീഫും പൊറാട്ടയും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗ്ലാസ് വെള്ളം അങ്ങനെ എല്ലാം മേടിച്ച് നേരത്തെ റീനുവായിട്ട് സെറ്റ് ആക്കി ഡിക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പകുതി സമയം പോയി. ഇനിയും സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ലാസ്റ്റ് റബ്ബർ തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അതങ്ങ് ഫിക്സ് ആയി. കുഴപ്പമില്ലാത്തൊരു സ്ഥലവും നല്ല ഫുഡും പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുക, അതൊരു വൈബാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇലയൊക്കെ വിരിച്ച് ഫുഡൊക്കെ സെറ്റാക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുള്ള പൊറോട്ടയായിരുന്നു ഇത്ര വാങ്ങുമ്പോൾ. പക്ഷെ ഞങ്ങൾ സ്ഥലത്തിന് വേണ്ടി തെരഞ്ഞു നടന്ന ഒരു സമയം പോയത് കൊണ്ട് തന്നെ ചൂടൊക്കെ പോയി. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. ഈ ഫുഡ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് റീനോട്ടനാട്ടോ. ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ ഞങ്ങളെ കൂടെ ഉള്ളത് റീനോട്ടനും സുനിലേട്ടനും. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന വേസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെ കവറിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ കിടന്നുറങ്ങി. ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തമ്പുരുമോളൊക്കെ നല്ല പണിയില്ല, പിന്നെ അത് നോക്കിയിരുന്നു.